ഇന്ന് അയ്യപ്പന്റെ പേര് വിളിക്കാൻ പറഞ്ഞില്ല, പേര് വിളിച്ചാൽ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ പോലീസുകാരോട് ഞങ്ങൾ വിളിക്കാൻ പോവാണ്. സാബിയേ അറസ്റ്റ് ചെയ്യണോ? നിങ്ങളെ അറസ്റ്റ് ചെയ്യണോ? നെഞ്ചത്ത് ഈ ബൂട്ടിട്ട കാല് വീണിട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ തിരിച്ച് പണി കൊടുക്കുമെന്നുള്ള യാതൊരു 7 തലമുറ അനുഭവിക്കും. ഞങ്ങൾ ഭക്തരാണ് പറയുന്നത്. ഇന്ന് വരെ ശബരിമലയിൽ ബൂട്ട് കയറിയിട്ടില്ല, ഞങ്ങൾ ആരും ചെരുപ്പിട്ട് കയറിയിട്ടില്ല, അവിടെ ആയുധങ്ങൾ എടുത്തിട്ടില്ല. അയ്യപ്പന്റെ മുമ്പിൽ ഒരായുധവും വേണ്ടി വന്നിട്ടില്ല. ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് അവിടെ ആയുധം വേണ്ടി വന്നിട്ടില്ല. അവിടെ നമ്മൾ ശരണം വിളിച്ചിട്ടേ ഉള്ളൂ. അയ്യപ്പന് നമ്മള് പ്രസാദം വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നിട്ടേ ഉള്ളൂ. എനിക്ക് എത്ര ദിവസം കിടക്കണമെങ്കിലും കിടക്കാമായിരുന്നോ പോലീസുകാരാ? എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും, ഞാൻ 5 ദിവസം കിടന്നിട്ടുണ്ട്. എനിക്ക് കാണുമ്പോഴൊക്കെ, എനിക്ക് തോന്നുമ്പോഴൊക്കെ അയ്യപ്പനെ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഈ പോലീസ് മൂരാച്ചി പറയുന്നത്. ഒറ്റ പ്രാവശ്യം കണ്ടാൽ ധൈര്യമുണ്ടോ ഇവിടുത്തെ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ജുമാ നടത്തണ്ട എന്ന് പറയാൻ? ഒരു അച്ഛന് പോകുന്നതാണ് തടഞ്ഞു വെക്കാൻ ധൈര്യമുണ്ടോ? മുട്ടുവിറയ്ക്കും പിണറായിയുടെ. ഇത് ഹിന്ദുവിനോട് മാത്രം കാണിക്കുന്ന വൃത്തികേടാണ് ഈ കാണിക്കുന്നത്, ക്ഷേത്രങ്ങളോട് മാത്രം. ഇന്നലെ 3 മണിക്ക് റോട്ടിലേക്കറിയ അമ്മമാരോട് നമോഭാഗം പറയുന്നു, നമസ്തേ പറയുന്നു. ഈ രാജ്യത്തുള്ള അമ്മമാരാണ് പെറ്റ അമ്മമാര്, മക്കൾ കൂടി ബന്ധമുള്ള അമ്മമാര് മക്കൾക്ക് വേണ്ടി ഇറങ്ങുന്നു. മകനെ ശബരിമലയിലേക്ക് ഈ പോലീസിന്റെ തോന്നിയാസം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അമ്മമാരാണ്. ഈ രാജ്യത്തെ അമ്മമാരാണ്. ആ അമ്മമാരാണ് ഞങ്ങളുടെ ശക്തി, ആ അമ്മമാരാണ് ശക്തി. നിങ്ങളെല്ലാം പറയുന്നത് സ്ത്രീകൾക്ക് അവിടെ കയറ്റണം, സ്ത്രീകളെ കയറ്റണം. രഹ്ന ഫാത്തിമേനെ തോളത്ത് ഏറ്റി നടക്കുന്ന പോലീസ്, പോലീസിന്റെ ഉടുപ്പിട്ട് രഹ്ന ഫാത്തിമയെ തോളിൽ കയറ്റി. എന്തായിരുന്നു അവരുടെ ഇരുമുടിക്കെട്ടിന്? എന്തായിരുന്നു പോലീസ്? സ്ത്രീകൾക്ക് വെക്കുന്ന പാടും വെച്ചിട്ട്, ആ പാട് വെച്ച് കൊണ്ടുപോയി എഴുന്നള്ളിച്ചവരാണ്, പൂവിട്ടവരാണ് ഈ പോലീസുകാർ. ആ പോലീസുകാർ അവരുടെ ശരണം വിളിക്കാൻ പാടില്ല. നമ്മള് ഇവിടെ നമ്മളെ ടിയാൻമെൻ സ്ക്വയറിന്റെ പണ്ട് ചെറുപ്പക്കാരെ കമ്മ്യൂണിസ്റ്റുകാർ ടാങ്കിലേറ്റിക്കുന്നു വന്ന്, അതേപോലത്തെ ടാങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ശബരിമലയിൽ വജ്ര, പിന്നെന്തെങ്കിലും മെഷീൻകളില്, ഇതൊക്കെ ഉണ്ടായിട്ടും ഇത്രയൊക്കെ പോലീസ് ഉണ്ടായിട്ടും ഈ പിണറായി വിജയന്റെ വലിയ കോട്ട കെട്ടിയിട്ടും അവിടെ ശരണബന്ധം ഉയർന്നു. അതാണ് ഹിന്ദു, അതാണ് ഹിന്ദു. ഇനിയും ശബ്ദമുണ്ടാക്കും. ആ ശബ്ദം ശരണമാണ്. അവിടെ ഇൻകിലാബ് വിളിച്ചിരുന്നെങ്കിൽ ഈ പോലീസുകാരാണ് ഉമ്മ തന്നേനെ നമുക്ക് കിട്ടില്ലേ? ഉമ്മ തന്നേനെ, നമ്മുടെ ചെരുപ്പ് നക്കി തന്നേനെ ഈ പോലീസുകാര്. നാണമുണ്ടോ? ഞങ്ങൾ ചോദിക്കുക, നാണമുണ്ടോ? ഇന്നലെ വൈകുന്നേരം ഞങ്ങളൊക്കെ കണ്ട് നെഞ്ചിൽ തീയായിരുന്നു നമ്മുടെ മനസ്സിൽ. എന്താണ് ആ സ്വാമിമാർ ചെയ്തത്? മഴ വന്നപ്പോ ഒന്ന് കയറി നിന്നു. അപ്പൊ പറയുന്നു അവിടെ നിൽക്കാൻ പാടില്ല, ഇറങ്ങിക്കോന്ന്. സഹികെട്ട അയ്യപ്പന്മാർ എവിടേക്കാ പോയി? നടപ്പത്തിലേക്ക്. നിന്റെ അച്ഛൻ സമ്പാദിച്ചതിന്റെ നടപ്പത്തിലേക്ക്. ഇവിടുത്തെ ഹിന്ദുവിന്റെ മുതലാണ് നടപ്പന്തൽ. ആ നടപ്പന്തലിലേക്കാണ് പോയത്, അല്ലാതെ പിണറായി വിജയന്റെ തലവാട്ടിലേക്കല്ല. മനസ്സിലാക്കണം. ആ നടപ്പന്തലിൽ വന്ന് നാമം ജപിച്ചതിന് എത്ര ക്രൂരമായിട്ടാണ് ഇവർ പെരുമാറിയത്. ഇരുമുടിക്കെട്ട് വലിച്ച് താഴെയിട്ട് ചവിട്ടി ഈ നരാധമന്മാർ. സഹിക്കില്ല. ഈ രാജ്യത്തെ ഒരു ഹൈന്ദവനും സഹിക്കില്ല, സ്വാമി ഭക്തനും സഹിക്കില്ല. അതുകൊണ്ട് ഇത് തുടക്കമാണ്. നിങ്ങൾ ഇതുവരെയും ചൊറിഞ്ഞത് തീക്കൊള്ളി കൊണ്ട, ഇനി ഞങ്ങൾ തീ കൊണ്ടാണ് ചൊറിയാൻ പോകുന്നത്, മനസ്സിലാക്കണം. ഇന്ന് കേരളമല്ല, ലോകത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെഞ്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു, ഇന്ന് വരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് സിന്ദാബാദ് വിളിച്ചതിൽ ഖേദിക്കുന്നു. നിങ്ങളെന്നെ സംഖ്യയാക്കി. ഞങ്ങളൊക്കെ സംഖ്യയാണോ?
അയ്യപ്പന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ സംഖ്യയാണ്. ഈ പൈരി വെയിലത്ത് വന്നിരിക്കുന്നവർ സംഖ്യകൾ തന്നെയാണ്. ഞങ്ങൾ ആ സംഖ്യയിൽ ഞങ്ങൾ അഭിമാനിക്കുന്ന സംഖ്യകളായതിന് ഇത് നമ്മുടെ തുടക്കമാണ്. വിട്ടുപോവാതെ ജാതിയും മതവും പറഞ്ഞ് നമ്മളെ വീതിക്കാൻ ശ്രമിച്ചു. ഇല്ല, ഞങ്ങൾ ഒറ്റ ഒന്നാണ്. ധർമ്മത്തിന്റെ സന്തതികളാണ്, വേദത്തിന്റെ സന്തതികളാണ് നമ്മളിവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ ശക്തി ആർക്കും തടുക്കാൻ പറ്റില്ല എന്ന് ഇവിടെ ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.